രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങളെ പ്രധാനമന്ത്രി ഉപയോഗിക്കുകയാണെന്ന് എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. ആരോപിച്ചു. രാജ്യത്ത് നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും കീഴ്വഴക്കങ്ങളും കേന്ദ്ര സർക്കാർ ലംഘിക്കുന്നു. അധികാരം എന്നും നിലനിർത്താനുള്ള ബി.ജെ.പിയുടെ നീക്കത്തെയാണ് പ്രതിപക്ഷം പരാജയപ്പെടുത്തിയതെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രത്തോടുള്ള അഭിസംബോധന രാജ്യത്ത് നിലവിലുള്ള മുഴുവൻ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും നഗ്നമായ ലംഘനമാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാൻ ഔദ്യോഗിക സംവിധാനത്തെ, പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്യുക. പ്രതിപക്ഷം ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ചുകൊണ്ടാണ്, ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശം വിനിയോഗിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ ഒരു ബില്ലിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ബില്ല് പരാജയപ്പെട്ടത്. ആ ബില്ലിന്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ ഈ അവസരത്തിൽ കടന്നു പോകുന്നില്ല. സ്ത്രീ സംവരണ നിയമത്തെ അല്ല പ്രതിപക്ഷം എതിർത്ത് പരാജയപ്പെടുത്തിയത്, മറിച്ച് മണ്ഡലം പുനർനിർണയം നടത്തി നിലവിലുള്ള 543 സീറ്റ് 880 സീറ്റാക്കി വർദ്ധിപ്പിച്ച് മണ്ഡലം പുനർനിർണയം നടത്തി അധികാരം പിടിച്ചെടുത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ബി.ജെ.പിയുടെ തന്ത്രപരമായ നീക്കത്തെയാണ് സത്യത്തിൽ പ്രതിപക്ഷം കെട്ടുറപ്പോടെ ഐക്യത്തോടുകൂടി പ്രതിരോധിച്ചത്, അതിജീവിച്ചത്. അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട്, ദൂരദർശൻ അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ അവർക്കെതിരായി ആക്ഷേപം ചൊരിയുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി ഭരണ സംവിധാനത്തെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അപമാനകരമായിട്ടുള്ള അവസ്ഥയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഏറ്റവും കൂടുതൽ തരം താഴ്ന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. അതൊരിക്കലും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന് ഒരിക്കലും ഭൂഷണമല്ല.